അരി, ഗോതമ്പ്, ചോളം, പരുത്തി തുടങ്ങിയ വിളകളിൽ 200-ലധികം വിജയകരമായ ജനിതകമാറ്റ പരീക്ഷണങ്ങൾ നടത്താനാണ് 2013 മാർച്ചിൽ ജനിതകമാറ്റ വിലയിരുത്തൽ സമിതി അനുമതി നൽകിയിരുന്നത്. എന്നാൽ വിളകളിലെ ജനിതകമാറ്റം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് അന്നത്തെ മന്ത്രി ജയന്തി നടരാജൻ പരീക്ഷണങ്ങളെ തടയുകയായിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയെ കത്ത് മുഖേന ജയന്തി നടരാജൻ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ജനിതക പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകിയ വിലയിരുത്തൽ സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഇതിനുശേഷം വിലയിരുത്തൽ സമിതിയുടെ യോഗവും ചേർന്നിരുന്നില്ല. എന്നാൽ വരുന്ന മാർച്ച് 25-ന് ജനിതകമാറ്റ വിലയിരുത്തൽ സമിതിയുടെ യോഗം പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ബയർ ബയോസയൻസ് എന്ന സ്ഥാപനത്തിന് 4 മേഖലകളിൽ അരിയിൽ ജനിതകമാറ്റ പരീക്ഷണങ്ങൾ നടത്താൻ വിലയിരുത്തൽ സമിതി അനുമതി നൽകിയിരുന്നു. ഇതുകൂടാതെ മഹൈക്കോ, BASF ഇന്ത്യ എന്നീ കമ്പനികൾക്കും അരിയിൽ ജനിതക പരീക്ഷണങ്ങൾ നടത്താൻ അനുമതി നൽകി. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഓയിൽ സീഡ്സ് റിസർച്ച് എന്ന കമ്പനിക്ക് ആവണക്കിന്റെ ജനിതകമാറ്റ പരീക്ഷണത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ആഗോള കുത്തകകളായ മോൺസാന്റോയുടെ ഇന്ത്യൻ കമ്പനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പിനെ മറികടന്ന് ചോളത്തിന്റെ ജനിതക പരീക്ഷണങ്ങൾക്കാണ് അനുമതി നൽകിയത്. മഹൈക്കോക്ക് ഗോതമ്പിലും പരീക്ഷണങ്ങളാകാം. ബയറിനും മഹൈക്കോക്കും BASFനും പരുത്തിയിലും ജനിതകമാറ്റ പരീക്ഷണങ്ങൾ നടത്താൻ നൽകിയ അനുമതിയാണ് ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളത്. ഡി ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.